നമുക്കിന്നൊരു കൊറിയൻ കോമഡി സീരീസ് പരിചയപ്പെട്ടാലോ. സീരീസിന്റെ പേരാണ് വെൽക്കം ടു വൈക്കിക്കി. ടോട്ടൽ 20 എപ്പിസോഡാണ് ഈ സീരീസിനുള്ളത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. സിനിമയെ ഇഷ്ടപ്പെടുന്ന അത് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന 3 സുഹൃത്തുക്കൾ ഒരു ഗസ്റ്റ് ഹൗസ് നടത്തുന്നു. ആ 3 കൂട്ടുകാരിൽ ആദ്യത്തെ ആളാണ് കാങ്. പുറത്ത് ഷോർട്ട് ടെമ്പേർഡായി പെരുമാറുമെങ്കിലും ഉള്ളിൽ ഒരു പാവമാണ്. ചെറിയ ഫോട്ടോഗ്രാഫിയും ഷോർട്ട് ഫിലിം പ്രൊജക്ടൊക്കെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. വലിയൊരു സിനിമാ സംവിധായകനാകാനാണ് മൂപ്പരുടെ ആഗ്രഹം. ഇനി രണ്ടാമൻ ലീ ജൂൻ കി. ഒരു വലിയ നടനാകാനാണ് അവന്റെ ആഗ്രഹം. എന്നാൽ അവന് കിട്ടുന്നതെല്ലാം ഒരു സൈഡ് ക്യാരക്ടറും കോമഡി ക്യാരക്ടറൊക്കെയാണ്. അടുത്തത് ബോങ്. എഴുത്താണ് മൂപ്പരുടെ മെയിൻ. ഒരു സിനിമ എഴുത്തുകാരനാകാനാണ് അവന്റെ ആഗ്രഹം. എന്നാൽ പ്രണയത്തെക്കുറിച്ച് ഒരു ധാരണമില്ലാത്ത ഒരു മുരട്ട സിംഗിൾ കൂടിയാണ് കക്ഷി. ഈ 3 കൂട്ടുകാരുടെയും സിനിമാ മോഹത്തിന് പണം കണ്ടെത്താനുള്ള ഒരു ഉപാധിയാണ് ആ ഗസ്റ്റ് ഹൗസ് കാണുന്നത്. എന്നാൽ ആ ഗസ്റ്റ് ഹൗസോ ഒരു പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സീരീസിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അടിച്ച് ഓഫായി കിടക്കുന്ന 3 കൂട്ടുകാരിയുമാണ്. വെള്ളത്തിന് പോലും കൊടുക്കാൻ പൈസയില്ലാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. പൈസ ഇല്ലാത്തതിനാൽ വാട്ടർ സപ്ലൈ റദ്ദാക്കുന്നു. അതോടെ ലീയുടെ കുളി പാതി വഴിയിൽ വെച്ച് നിർത്തേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവരുടെ ജീവിതത്തിലേക്കും ആ ഗസ്റ്റ് ഹൗസിലേക്കും ഒരു അമ്മയും കുഞ്ഞും കടന്നു വരുന്നത്. ഓൾറെഡി മണ്ടത്തരം മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതം ആ അമ്മയുടെയും കുഞ്ഞിന്റെയും വരവോടുകൂടി കൂടുതൽ രസകരമാകുന്നു. 3 യുവാക്കൾ ഭരിച്ചിരുന്ന ആ ഗസ്റ്റ് ഹൗസിന്റെ അധികാരം ആ കൊച്ചുകുട്ടിയുടെ കൈകളിലേക്ക് വരുന്നു. കാർട്ടൂൺ ചാനൽ അല്ലാതെ മറ്റൊരു ചാനൽ കാണാൻ ആ കൊച്ചുകുട്ടി അവരെ സമ്മതിക്കുന്നില്ല. എനിക്കിതിൽ ഏറ്റവും രസകരമായി തോന്നുന്നത് ലീയുടെ ക്യാരക്ടറാണ്. ലീ മാത്രമല്ല, ലീയുടെ കാറായ റബേക്കയെ നമ്മളെ ഒത്തിരിച്ചിരിപ്പിക്കും. ഇതാണ് ലീയുടെ കാറായ റബേക്ക. പക്ഷേ ഈ കാറിനൊരു ചെറിയ കുഴപ്പമുണ്ട്. മറ്റൊന്നുമല്ല, എവിടെ തൊട്ടാലും ആ സാധനങ്ങളൊക്കെ കയ്യിലേക്ക് വരും. അതിപ്പോൾ സീറ്റ് ബെൽറ്റ് ആയാലും സേഫ്റ്റി ഗ്രിപ്പ് ആയാലും സ്റ്റോറേജ് ബോക്സ് ആയാലും. കൂടാതെ ഒരു തവണ ഡോർ അടിച്ചാൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് വേണം അത് തുറന്നു കൊടുക്കാൻ. അങ്ങനെ പല പല പ്രത്യേകതകളാണ് ലീയുടെ റബേക്കയ്ക്കുള്ളത്. ഒരു കൊറിയൻ കോമഡി സീരീസാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സീരീസ് ഒരിക്കലും വിട്ടുകളയരുത്.